അവളുടെ കൂടെ വീഡിയോസൊക്കെ എടുക്കുന്നതുകൊണ്ടും അവൾക്കറിയാം അവളെ ക്യാപ്ചർ ചെയ്യാണെന്ന്. അതുകൊണ്ട് തന്നെ ചിരിയും കലയൊക്കെ കൂടും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞാവിനെയും കൊണ്ട് വെറുതെ ഒന്ന് പുറത്തിറങ്ങാന്ന് കരുതി. എനിക്ക് ഷോപ്പിങ്ങിന് പോകാനും പ്ലേസസ് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അയരക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൊമീസ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോൾ നമ്മൾ പൊമീസ് വാങ്ങിക്കുമ്പോഴും അവിടെ പതിയെ ഇങ്ങനെ മൂവ് ആവുന്നുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ ആരെങ്കിലും കൂടെ ഉണ്ടാവണം കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോഴേക്കും അയരയുടെ എക്സൈറ്റ്മെന്റ് കൂടും കേട്ടോ. അതായത് വലിയൊരു ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിൽ വലിയൊരു സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ ഉച്ച സമയത്തൊക്കെയാണ് ഇങ്ങോട്ടേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ്ലി നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് ഫുഡ് എന്തെങ്കിലും കഴിക്കാറ് കേട്ടോ. ഈ ഒരു സ്ഥലത്ത് നമുക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റും. ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത്. ഇതായിരുന്നു അയരയുടെ ഏറ്റവും ഫേവറേറ്റ് വണ്ടി കേട്ടോ. ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് വേണ്ട ഓൾമോസ്റ്റ് എല്ലാ ഫർണിച്ചേഴ്സും ഒക്കെ ഞങ്ങൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഏറ്റവും അടുത്തും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു മാളാണിത്. ഹായ് ഓൾ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒരു കൊച്ചു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. പുതിയ വീട്ടിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് പോകണം. അതുപോലെ തന്നെ കുഞ്ഞാവിനെയും കൊണ്ട് വെറുതെ ഒന്ന് പുറത്തിറങ്ങാൻ കരുതി. എനിക്ക് ഷോപ്പിങ്ങിന് പോകാനും പ്ലേസസ് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കൊച്ചിന് ഇവിടുത്തെ ഒരു ടോയ് ഷോപ്പിലും കൂടി ഒന്ന് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങുകയാണ്. ഇവിടെ അടുത്ത് തന്നെ ഒരു അയൻകോഫ് പാർക്ക് ഉണ്ട്. ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൊച്ചിനെയും കൊണ്ട് സ്ക്രോളിൽ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. വണ്ടി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് മാത്രമല്ല സമ്മർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ. പുറത്ത് നടക്കാൻ പോകാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ സമ്മറായിട്ട് ഒരു വാക്കിങ്ങും അതുപോലെ തന്നെ ചെറിയൊരു ഷോപ്പിങ്ങും ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. കുട്ടികളുടെ ഒരു ഷോപ്പൊക്കെ ഉണ്ട് ഇവിടെ. അയൻകോഫ് പാർക്ക് ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പതിയെ ഇവിടെ ഒരു പാർക്ക് വഴി അങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ നേരെ നമുക്ക് അവിടേക്ക് ചെല്ലാൻ പറ്റും. അപ്പോൾ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നടക്കാൻ നല്ല രസമാണല്ലോ. അപ്പോൾ ഞങ്ങൾ നടന്നു പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു സ്ഥലത്ത് നമുക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റും. ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണുള്ളത്. ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോഴേക്കും അയരയുടെ എക്സൈറ്റ്മെൻറ്റ് കൂടും കേട്ടോ. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ആൾക്കാരെ കാണാൻ പറ്റി. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് ഈ ഒരു ഏരിയയിൽ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ കളിക്കാൻ ഏരിയ ഉള്ള ഒരു മാൾ ആണ് കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കുട്ടികളെയൊക്കെ കാണുമ്പോൾ പുള്ളിക്കാരത്തിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവരെ നോക്കുകയും ഒച്ചയെടുക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് മെയിനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്ക് കേട്ടോ. അതുമാത്രമല്ല നിറയെ ഷോപ്സ് ആയതുകൊണ്ട് കുറേ കാണാനുണ്ട്. അതുപോലെ കുറേ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് കൊച്ചിന് ഭയങ്കര എൻഗേജിങ് ആണ് കേട്ടോ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ. ശരിക്കും ഇവിടെ ജർമ്മനിയിൽ അപ്പാർട്ട്മെൻറ്റുകളുടെ ഇടയിലും അതുപോലെ തന്നെ എല്ലാ ഏരിയയിലൊക്കെ ആയിട്ട് നമുക്ക് പാർക്കുകൾ ഒരുപാട് കാണാൻ പറ്റും കേട്ടോ. അവിടെ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഇതുപോലത്തെ മാളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തും ഇതുപോലത്തെ പ്ലേ ഏരിയാസ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളെയും കൊണ്ടുവന്നാലും നമുക്ക് കളിക്കാനും ഒക്കെ നല്ല രസമാണ്. അപ്പോൾ ഉച്ച സമയത്തൊക്കെയാണ് ഇങ്ങോട്ടേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ്ലി നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് ഫുഡ് എന്തെങ്കിലും കഴിക്കാറ് കേട്ടോ. ഈവനിങ് ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ കഴിച്ചിരിക്കാം. കുറേ കേഫൊക്കെ ഉണ്ട്. അപ്പം നമുക്കിവിടെ കോഫിയൊക്കെ കുടിച്ചിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഞങ്ങൾ സ്ഥിരം കയറുന്ന കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇതിവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നല്ല കറി റോസ്റ്റ് കിട്ടുമേ. അപ്പോൾ രവിക്കാണെങ്കിൽ കറി റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ജർമ്മൻകാരുടെ ഭയങ്കര ദേശീയ ഭക്ഷണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വളരെ ഫേമസ് ആണ്. വേറെ നല്ല പൊമീസും അതുപോലെ തന്നെ സോസേജസും വെച്ചിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അയരക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൊമീസ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോൾ നമ്മൾ പൊമീസ് വാങ്ങിക്കുമ്പോഴും അവൾ 1-2 കഴിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ വരികയാണെങ്കിൽ കുറച്ച് സമയം നടക്കാനും കുട്ടികളെ കൊണ്ട് കളിക്കാനും എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ കഴിക്കാനൊക്കെ പറ്റിയൊരു ഏരിയ തന്നെയാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കുട്ടികളുടെ ഒരു പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ഒരു പ്ലേ ഏരിയ അല്ല. ഇതിങ്ങനെ കുറേ വെഹിക്കിൾസൊക്കെയാണ് ഉള്ളത്. നമ്മളൊരു €1 കോയിൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 1 മിനിറ്റിന് ഓൺ ആവും കേട്ടോ. അയര ആദ്യമായിട്ടാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കാരണം അവൾക്കിപ്പോൾ ഒരു 10 മന്ത്സ് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൾക്ക് പരിചയപ്പെടുത്താൻ തുടങ്ങി കേട്ടോ. അവൾക്കിപ്പോൾ വലിയ ഇഷ്ടമാണ് ഇങ്ങനെ കളറുകൾ കാണാനും അതുപോലെ തന്നെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രായമാണ്. അവളെ ഒരു എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഫേസാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ കണ്ടപ്പോൾ ഇത് എന്താണ് ഏതാണെന്നൊക്കെ നോക്കലായിരുന്നു ആദ്യത്തെ പരിപാടി. പിന്നെ ആൾക്ക് ഒരുപാട് ടോയ്സ് ഉണ്ട്. അത് എന്താണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ കളർ നോക്കിയിട്ടാണ് അവളത് ചൂസ് ചെയ്യുന്നതും കളിക്കുന്നതും ഒക്കെ. അപ്പോൾ ഇതാ ഈ ഒരു വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഇത് എന്താണ് ഏതാണെന്ന് നോക്കലായിരുന്നു കേട്ടോ ആളുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. ഫുൾ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതായിരുന്നു. അതുപോലെ നന്നായിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് പതിയെ ഇങ്ങനെ മൂവ് ആവുന്നുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ ആരെങ്കിലും കൂടെ ഉണ്ടാവണം കേട്ടോ. അതില്ലാതെങ്കിൽ അവർ താഴെ വീഴും. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇതുപോലത്തെ ക്ലോസ് ചെയ്തിട്ടുള്ള ഡോറൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടെ ഉണ്ടാവണം. പക്ഷേ €1 ഇത് ശരിക്കും വർത്താണ് കേട്ടോ. ഇതാരും ഇവിടെ നോക്കി നടത്തുന്ന കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ജസ്റ്റ് നമ്മളിവിടെ വരാം, സൈഡിലൊരു ബട്ടണുണ്ട്. അപ്പോൾ അവിടെ കോയിൻ ഇടാം. അപ്പോൾ ഇത് തന്നെ 1 മിനിറ്റ് പോക്കാവും. അത് കഴിയുമ്പോൾ സ്റ്റോപ്പ് ആവും കേട്ടോ. ഷോപ്പിൻ്റെ ഒക്കെ സൈഡിലുള്ള ഒരു ഏരിയ ആണത്. ഇതിൻ്റെ എക്സാക്ട്ലി അടുത്തായിട്ടാണ് ഇവിടുത്തെ ടോയ് ഷോപ്പ് ഉള്ളത് കേട്ടോ. ആര്യയുടെ ഫേവറേറ്റ് പ്ലേസ് ആണ്. വലിയൊരു ടോയ് ഷോപ്പാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ടോയ്സ് നമുക്കിവിടെ കിട്ടും കേട്ടോ.
ആയിര ഒരു മാസത്തിലോ 2-3 തവണയെങ്കിലും അവിടെ പോകും ട്ടോ. എന്നിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ട് വരും. കുട്ടികളുണ്ടാകുമ്പോൾ വീട്ടിൽ ഒരുപാട് ടോയ്സ് ഉണ്ടാകുന്നത് സത്യമാണ് ട്ടോ. അപ്പോൾ വീട് മൊത്തം ആയിരയുടെ ടോയ്സാണ്. പിന്നെ ദാ ഇതുപോലത്തെ ഒരുപാട് വണ്ടികളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക ട്ടോ. കാറും ജീപ്പും ലോറിയും ഒക്കെ ഉണ്ട്. കുട്ടികൾക്ക് എന്തായാലും നല്ല എക്സൈറ്റിംഗ് ആയിരിക്കും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ. നല്ല കളർഫുള്ളാണ്, അതുപോലെ തന്നെ പ്ലേഫുള്ളാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് 1 ഇയറിന് ഇവിടെ വന്നിരുന്ന് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം പാസ്സാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഏരിയയിലേക്കൊക്കെ വരുന്നത് കേട്ടോ. നമ്മളെപ്പോഴും ഇതിലൂടെ പാസ് ചെയ്ത് പോകാറുണ്ടെന്നുണ്ടെങ്കിലും ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം ആയിരയ്ക്ക് അതിനുള്ള ഒരു പ്രായമായപ്പോൾ നമ്മളൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. ഇതായിരുന്നു ഐരയുടെ ഏറ്റവും ഫേവറേറ്റ് വണ്ടി ട്ടോ. പുള്ളിക്കാരത്തിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുമാത്രമല്ല 2-3 എണ്ണത്തിലൊക്കെ കയറിയതിന് ശേഷമാണ് ലാസ്റ്റ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ആ ഒരു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിൽ ഫ്രണ്ടിൽ നിന്ന് നമുക്കിത് അതുപോലെ ഇങ്ങനെ ഒന്ന് നോക്കാം ട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആൾ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. നമ്മളെ നോക്കുകയും അതുപോലെ തന്നെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ കുറച്ചുകൂടി ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടി ട്ടോ. അപ്പോൾ ഞാൻ അവളുടെ കൂടെ വീഡിയോസൊക്കെ എടുക്കുന്നതുകൊണ്ടും അവൾക്കറിയാം അവളെ ക്യാപ്ചർ ചെയ്യാമെന്ന്. അതുകൊണ്ട് തന്നെ ചിരിയും കളിയൊക്കെ കൂടും കേട്ടോ. പിന്നെ നമ്മൾ വെറുതെ കുട്ടികളെയും കൊണ്ട് വീട്ടിൽ ബോറടിച്ചിരിക്കുന്നതിനേക്കാളും നല്ലത് പുറത്തൊക്കെ കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാന്നുള്ളതാണ്. തണുപ്പുള്ള ഒരു സ്ഥലം ആയതുകൊണ്ടാണ് നമുക്ക് വിൻ്ററിൽ മാത്രമാണ് കുട്ടികളെയും കൊണ്ട് പുറത്ത് പോയി എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുക. പാർക്ക് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ, ഓപ്പൺ സ്പേസ്. അതല്ലാത്തപ്പോൾ നമുക്ക് ഇതുപോലത്തെ മാള് മാത്രമേ ഒരു രക്ഷയുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത് അങ്ങനത്തെ പ്ലേസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളെയും കൊണ്ട് പുറത്ത് വരാനും അതുപോലെ തന്നെ അവർക്കും എൻഗേജിങ് ആയിരിക്കും, അതുപോലെ തന്നെ നമുക്കും നല്ല ടൈം പാസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിന് പറ്റിയൊരു പ്ലേസ് തന്നെയാണത്. ഇവിടെയുള്ള ആളുകളൊക്കെ സ്ഥിരം വരുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത്. ഏറ്റവും അടുത്തും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു മാളാണിത്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ടോയ് ഷോപ്പിൽ കയറിയിട്ട് ഇന്നത്തെ പർച്ചേസ് എന്ന് പറയുന്നത് ഈ ഒരു ബോളും അതുപോലെ തന്നെ ചെറിയൊരു ടോയ് കാറ്, റിമോട്ട് കൺട്രോളിൻ്റെ കാറാണ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പോപ്പ് ചെയ്യുന്ന ഒരു ക്വിക്ക് പോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. ഇവിടെ വന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്ത് തോന്നുന്നു അത് ഡെയിലി കൊച്ചിന് വാങ്ങിക്കൊടുക്കും കേട്ടോ. എല്ലാ മാസവും കുറേ ടോയ്സ് വാങ്ങിക്കലുള്ളതാണ്. അത് 1-2 തവണ യൂസ് ചെയ്തിട്ട് അവിടെ ഇടും. ഇത് സ്ഥിരം എല്ലാ വീടുകളിലും നടക്കുന്ന കാര്യമാണല്ലോ. നമ്മളിപ്പോൾ ഇത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഫണ്ണി ആയിട്ട് തോന്നിട്ടോ. എന്തായാലും കുട്ടികളുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ടോയ്സ് ഒക്കെ വല്ലപ്പോഴും വാങ്ങിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിവിടെ വന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള വേറൊരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ ഫ്രിഡ്ജ് നോക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് വേണ്ട ഓൾമോസ്റ്റ് എല്ലാ ഫർണിച്ചേഴ്സൊക്കെ ഞങ്ങൾ കഴിഞ്ഞ 1-1.5 വർഷമായിട്ട് പലപ്പോഴായിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജ് മാത്രമാണ് വാങ്ങേണ്ടിയിരുന്നത്. ഞങ്ങൾക്കൊരു വലിയ ഫ്രിഡ്ജ് വേണമായിരുന്നു. ഇപ്പോഴത്തേത് ചെറിയൊരു ഫ്രിഡ്ജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വലിയ കിച്ചൺ ആയതുകൊണ്ട് വലിയൊരു ഫ്രിഡ്ജിനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അത് പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഓഫേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കുമായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഓഫറൊക്കെ ഉള്ള സമയത്ത് വരുവാണെങ്കിൽ 20%, 30% ഒക്കെ ഓഫർ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വാഷിംഗ് മെഷീൻസും ഡ്രയറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊരു ഡ്രയറും കൂടി നോക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഒരു കൊച്ചു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഇവിടുത്തെ കോഫ് പാർക്കാണ്. ഇവിടെ കോഫ് പാർക്ക് എന്ന് പറഞ്ഞാൽ വലിയൊരു ഷോപ്പിംഗ് ഏരിയ ആണ്. അതായത് വലിയൊരു ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിൽ വലിയൊരു സൂപ്പർ മാർക്കറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും മേടിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വരുമ്പോഴൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഇവിടെ നിന്നാണ്. 2 ഫ്ലോറിലായിട്ട് ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ് സാധനങ്ങൾ കേട്ടോ. നമ്മുടെ ലുലു മാളിലൊക്കെ ചെന്ന പോലെ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ആൾ ഭയങ്കര ടയേർഡായതാണ്, ഉറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. ഇനിയിപ്പോൾ അടുത്തൊരു ട്രാവൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.